ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഈ ഒരു ലൈഫിൽ നിന്നും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അങ്ങനത്തുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ പൈലൊന്നും വെക്കുന്നില്ല, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പൈലൊന്നും വെക്കുന്നില്ല. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾ തന്നെ കൂടുതലും കോൺസെൻട്രേഷൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ. ആദ്യം നമുക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അതൊന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചധികം കാർഡ്സുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കിയതിന് ശേഷം നമുക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പാത ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ആരാണ് നല്ലത്, ആരാണ് ചീത്ത, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. നല്ലത് ഏതാണ്, ചീത്ത ഏതാണ് എന്നറിയാൻ പറ്റാത്ത ഒരു തരം സിറ്റുവേഷനിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ഫ്രണ്ട്സുകൾ ചേർന്ന് നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ, ഫാമിലി ആൾക്കാർ ചേർന്ന് നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ, നിങ്ങളെ ഒരു സൈക്കിക് അറ്റാക്കിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഒരു സ്പിരിച്വൽ ജേണിയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ. നിങ്ങൾ എത്ര ഉയർത്തി പോയി കഴിഞ്ഞാലും, എന്തൊക്കെ സിറ്റുവേഷൻ പോയി കഴിഞ്ഞാലും നിങ്ങൾ അവിടെ നിന്ന് താഴ്ന്ന് തിരിച്ച് റിട്ടേൺ താഴ്ന്നു വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് സ്നേഹത്തിന് വേണ്ടിയിട്ടായിരിക്കാം, പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, ആരുടെയൊക്കെ ലൂപ്പിൽ പെട്ടിട്ട് നിങ്ങളത് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കത് തരണം, അല്ലെങ്കിൽ എനിക്കത് വേണം, എനിക്കത് ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ എത്ര ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര സിറ്റുവേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് താഴ്ന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ, ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടോ. ഞാൻ കുറേ അധികം ആൾക്കാരടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ മേ ബി കുറേ അധികം ആൾക്കാർക്കൊന്നും ഉണ്ടാവത്തില്ല. എല്ലാവരുടെ ലൈഫിലും അനുഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളായിരിക്കും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു കണ്ണും കമ്പയറൊക്കെ വരുന്ന ഒരു സൈക്കിക് അറ്റാക്ക് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബ്ലാക്ക് മാജിക് എല്ലാവരെ സംബന്ധിച്ചും ഉണ്ടാവും, ഇല്ലെന്ന് പറഞ്ഞാൽ. പക്ഷെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ചൊന്നും ചിലത് ക്രിയേറ്റ് ചെയ്ത് വെക്കും, ഇത് ബ്ലാക്ക് മാജിക് ആണ്, ഇതെന്റെ ലൈഫിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരാണ്, കൂടെ നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നല്ലതാണോ, അത് നല്ലൊരു വ്യക്തിയാണോ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് ചെറിയൊരു ആളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ത്രിക്ക് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ വർഷങ്ങളോളമുള്ള ഫ്രണ്ട് ആയിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് നിങ്ങൾ കൂടുതലും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലും എഫേർട്ട് എടുക്കാൻ വേണ്ടി നോക്കും. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നത്, നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പലരും നിങ്ങളുടെ ലൈഫിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, അതിനെ നിങ്ങൾ കെയർ ചെയ്ത് നിങ്ങൾ എന്താ പറയാ, ഒരു കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് മറു കൈ കൊണ്ട് ഒഴിച്ചു കളയുന്ന ഒരു സിറ്റുവേഷൻ, മറ്റേ കയ്യിൽ എടുത്തിട്ട് ഒഴിച്ചു കളയുന്നു. അപ്പം നിങ്ങളോട് മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ തന്നെ എടുത്ത് മാറ്റി വെക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ അധികം പണിയെടുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഓഫീസിലായാലും കരിയറിലായാലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ഭയങ്കര പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു എമൗണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല.
ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ തന്നെ പണിയെടുപ്പിക്കുന്ന കുറേയധികം ആൾക്കാരായിട്ട് കാണാം. നിങ്ങളെ തന്നെ ക്രൂശിക്കുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കുന്ന ഒരു തരം സ്വഭാവത്തിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാനസികപരമായിട്ട് നിങ്ങൾ തന്നെ ഇരുന്ന് വിഷമിക്കുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും, നിങ്ങൾ മാനസികമായിട്ട് നിങ്ങളെ നോയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നിങ്ങളെ തന്നെ മാടുകളെ കണക്ക് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുക, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സിറ്റുവേഷൻസ് വേണ്ടി. അപ്പം എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആത്മാർത്ഥത കാര്യങ്ങളൊക്കെ ആവാം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എന്നിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെടാൻ വേണ്ടി നോക്കുക മാക്സിമം. ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് പോരാ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ എന്തൊക്കെയോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഇനിയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുള്ള സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയാ, നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്കത് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിലാണ്. അത് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഈ ഒരു കാർഡിൽ തന്നെ കുറേ അധികം കാർഡിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നോക്കി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം പലതിലും പലതാണ് ഒളിഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ അതിൽ നോക്കി ഡിമാൻഡ് ചെയ്ത് എടുക്കുമ്പോൾ മാത്രമേ അത് അറിയാൻ പറ്റൂ. അത് ചില പോസിറ്റീവായിട്ട് കാണുന്ന കാർഡായിരിക്കും, പക്ഷെ നോക്കി നോക്കി വരുന്ന സമയത്ത് അത് നെഗറ്റീവ് ആവും. അപ്പം റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, മാക്സിമം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അത് പഠിക്കുക. റിയലൈസേഷൻ ചെയ്തതിന് ശേഷം അതിലോട്ട് നിങ്ങൾ ഇറങ്ങുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ആരൊക്കെയോ നിങ്ങളെ ഒളിഞ്ഞിരുന്നും മറിഞ്ഞിരുന്നൊക്കെ നിങ്ങളെ നോക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരിക്കും നിങ്ങൾ. ഫാമിലിയിലൊക്കെ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പാടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങളെ ഭയങ്കര കാര്യമായിരിക്കാം. ഫാമിലിയിലൊക്കെ ഉള്ള ആൾക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഭയങ്കര ഡിമാൻഡഡ് ആയിട്ട് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ പൊക്കിയിട്ട് അതുപോലെ താഴ്ത്തി ഇടാനും അവർക്ക് അറിയാവുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ. അവനെ പൊക്കാനും അറിയാം, താക്കാനും അറിയാവുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ആരുടെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആരുടെത്തേക്കും നിങ്ങൾ പരിഗണന വേണം, എന്നെ പരിഗണിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സത്യമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ജെന്യൂൻ വ്യക്തിയായിരിക്കാം, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായിരിക്കും. പക്ഷെ നെഗറ്റീവും പോസിറ്റീവും ഭരിക്കുന്ന ഒരു സമയത്ത് എതിനെ തിരഞ്ഞെടുക്കണം എന്ന് റിയലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഇരിക്കേണ്ടി വരും. നമുക്ക് കിങ് ആവാം, കിങ് മേക്കർ ആവാം. കിങ് ആവുന്നതിനേക്കാളും കിങ് മേക്കർ ആവുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു സൺ എനർജി ഉണ്ട്, ഭയങ്കരമായിട്ടും ദേഷ്യം, ഭയങ്കരമായിട്ട് ക്രൂവലായിട്ടുള്ളൊരു കളിപ്പാവളെ കണക്ക് നിങ്ങൾ ആരെങ്കിലും കളിപ്പിക്കുന്നു എന്നുള്ളതും നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ നേടിയൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. ഫിനാൻഷ്യലി എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുക. പിന്നെന്താ പറയാ, വിഷമിച്ച് ഒരു പണി എടുക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ആരുടെയും കീഴിൽ നിന്നിട്ടായാലും എന്തായാലും വിഷമിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. വിഷമിച്ച് എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നിട്ടും കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത്, അത് ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്താ പറയാ, നിങ്ങളെ വേദനിപ്പിക്കാണ്ടിരിക്കുക. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന വിധം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. എന്താ പറയാ, വിഷമിച്ച് വേറൊരാളെ പോറ്റാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ തിന്നാണ്ടിരുന്നിട്ട് വേറൊരാൾക്ക് തീറ്റി കൊടുക്കാൻ വേണ്ടി നോക്കാണ്ടിരിക്കുക. നിങ്ങൾ തിന്നിട്ട് തിന്നുന്നതിൻ്റെ ഒരു പങ്ക് ആ വ്യക്തി കൂടെ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എംപ്രസ് കാർഡ് കാണാൻ പാടില്ല. നിങ്ങൾ ക്യൂട്ടാണ്, നിങ്ങളൊരു രാജ്ഞിയാണ്, നിങ്ങളൊരു രാജാവാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ നിങ്ങളെ കളിപ്പിക്കാൻ ഭയങ്കരമായിട്ടുള്ള എളുപ്പമുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്ന കുറേ അധികം ആൾക്കാരെ. അത്രയും ശുദ്ധ മനസ്സിന് ഉടമകളാവാണ്ടിരിക്കുക. കാരണം ലോകം ഇങ്ങനെയാണ്, ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. അപ്പം അത്രയും പ്യൂർ ആവാണ്ടിരിക്കുക. പക്ഷെ നല്ലവനും ആവരുത്, ഭയങ്കര നല്ലവനും ആവരുത്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ചീത്ത ആളും ആവരുത്, പക്ഷെ ഭയങ്കര നല്ല ആളും ആവരുത്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതായത് വലിയ നല്ല ആളാവാനും പാടില്ല, പക്ഷെ ഭയങ്കര ചീത്ത ആവാനും പാടില്ല. രണ്ടിനും മിഡിലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ
ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ റീഡിങ്ങിൽ പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്ന സമയം തൊട്ട് നമ്മളുടെ വിധി അവിടെ എഴുതപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസിഷൻ. അതായത് ഞാൻ ഇന്ന് എൻ്റെ ലൈഫിലൊരു ഒരു പെൺകൊച്ച് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു ഗേള് വന്നു, ഞാൻ ഡിസിഷൻ എടുക്കുന്ന തീരുമാനം തൊട്ടാണ് എൻ്റെ ലൈഫ് അവിടെ തൊട്ട് മാറാൻ പോകുന്നത്. ഞാൻ ആ കൊച്ചു എൻ്റെ ലൈഫിൽ വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതല്ല ഞാൻ ഒഴിവാക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂളായിട്ട് ഇങ്ങനെ റീഡിങ് ചെയ്ത് പോകും. അപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിഞ്ഞിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. നിങ്ങളുടെ ലൈഫിലിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കുക. ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിലായിട്ട് ഞാനിവിടെ കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്കിനി നോക്കാനുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമുക്കിനി നിങ്ങളുടെ നമുക്കിനി നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് നമ്മൾ കുറേ നോക്കിയിട്ടുണ്ട്. ഏഞ്ചൽ മെസ്സേജ് അല്ല, യൂണിവേഴ്സൽ മെസ്സേജ്, അതായത് സ്റ്റാർ സീഡ്സിന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ സോള്, നിങ്ങളുടെ ഏഞ്ചൽസ്, മാലാഖമാര്, പല രീതിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തായിട്ട് വരുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചസുകൾ. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതൊരു സ്കൂളാണ്. എർത്ത് എന്ന് പറയുന്ന ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. നിങ്ങൾക്ക് ഇവിടെ കുറെ ലൈഫ് ലെസൺസ് ഉണ്ട്, കുറെ അധികം കാര്യങ്ങൾ. സോളിന് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. തിരിച്ച് റിട്ടേൺ പോകുന്ന സമയത്ത് നിങ്ങളെ സോളിനെ ഗ്രോത്ത് ആക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ബോഡി ചെയ്യുന്നത്. ഈ സോളിനെ ഗ്രോത്ത് ആക്കിയതിന് ശേഷം അനദർ കൺട്രി ഉണ്ട്, അനദർ വേൾഡ് ഉണ്ട്, അനദർ ഏഞ്ചൽ വേൾഡ്സ് ഉണ്ട്. അവിടെ പോയതിനു ശേഷം ഹയർ ആയിട്ടുള്ള ലേണിംഗ് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് ഇതൊരു സ്കൂളാണ്. ഈ എർത്ത് എന്ന് പറയുന്നത് ഇതൊരു സ്കൂളാണ്. ഈ സ്കൂളിൽ വന്ന് കുറെ അധികം കാര്യങ്ങൾ ലെസൺ ചെയ്തിട്ട് നിങ്ങളെ സോൾ ഗ്രോത്ത് ആക്കണം. നിങ്ങളെ സോളിനെ എത്രത്തോളം മെച്ചപ്പെടുത്തി, സോളിനെ ഗ്രോത്ത് ആക്കി മെച്ചപ്പെടുത്തി സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം എന്തോരം കാര്യം നിങ്ങൾ ഹയർ സെൽഫിന് കൊടുക്കാൻ പറ്റും, അതെല്ലാം നിങ്ങൾ ലേൺ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ഏഞ്ചലാക്കി, നിങ്ങൾക്കൊരു മാലാഖിയാക്കി, നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഉള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറെ അധികം വെയിറ്റ് നിങ്ങളെ തലമണ്ടയ്ക്ക് എടുത്ത് വെച്ചുതരും യൂണിവേഴ്സ്. കുറെ അധികം പ്രശ്നങ്ങൾ, കുറെ അധികം സിറ്റുവേഷൻസ്, കുറെ അധികം തലമണ്ടയ്ക്ക് ഇടുത്തിയൊക്കെ എടുത്ത് വെച്ചുതരും. അതും കൊണ്ട് താങ്ങി കയറി പോവാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആദ്യം ഭയങ്കര പാടായിരിക്കും കയറി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ലെസൺ പഠിച്ച് നമ്മൾ ആ ഒരു സമയത്ത് എത്തുന്ന സമയത്ത് നമ്മളത് നേടി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എന്ത് സിറ്റുവേഷൻ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനെ മാക്സിമം ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും എടുത്ത് ഭയങ്കരമായിട്ടും ക്യാരി ചെയ്ത് എല്ലാ കാര്യങ്ങളും ലൈഫിൽ എടുത്തിട്ട് ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിരിക്കാൻ ഹാപ്പിനെസ് ആയിട്ട് മാക്സിമം ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൺട്രോൾ ചെയ്യുക. ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം അതിലോട്ട് ഇടപെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും എടുത്ത് തലമണ്ടയ്ക്ക് വെക്കാണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങാൻ വേണ്ടി നോക്കുക എന്നാണ് പറയുന്നത്. വലിയ കാര്യങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്യണം. ചെറിയ കാര്യങ്ങൾ ഒരിക്കലും തിങ്ക് ചെയ്താൽ പോരാ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെറിയൊരു കാര്യം തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. പാരഡൈസ് ആവണം, അതായത് ഫാന്റസി വേൾഡിലോട്ട് പോകണം. ഇൻസ്പയർ ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കാനുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണം. ഇൻസ്പയർ ആയിട്ടുള്ള ഐഡിയാസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വേൾഡിൽ നിന്നും ചിന്തിച്ച് ഡയമെൻഷൻ മാറി നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ഡോർ തുറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോറിന്റെ ചാവി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാജിക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഡോർ നിങ്ങളുടെ മുന്നിൽ തുറന്നു തരപ്പെടും. അത് മേ ബി ആ ചാവിയുള്ള വ്യക്തിയായാലും നിങ്ങളുടെ മുന്നിൽ നിന്ന് തുറന്നു തരും. അപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, അനദർ വേൾഡിൽ നിന്ന് ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇതൊരു സ്കൂളാണ്. ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലമാണ്. നിങ്ങൾക്കൊരു ഡോർ കഴിഞ്ഞു, അടുത്ത പാത്ത് നിങ്ങൾക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വഴി തെളിച്ചു തരാം. നിങ്ങൾ അടുത്തതായിട്ടുള്ള നിങ്ങളുടെ ഐഡിയാസ് പരമായിട്ടുള്ള കാര്യങ്ങളോട്ട് നിങ്ങൾ കയറി
പോണം. അല്ലെന്നുണ്ടെങ്കിൽ ഡിവൈൻസ് നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് പിക്ചർ തിങ്കിങ്, അതായത് ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ ചിന്താഗതികളുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറുക. ചെറിയ ചെറിയ ചിന്താഗതികളും ചെറിയ ചെറിയ കണ്ട സ്വപ്നങ്ങൾ പിന്നെയും കാണാണ്ടിരിക്കാൻ വേണ്ടി നോക്കാണ്ടിരിക്കുക. കഴിച്ച ഫുഡ് പിന്നെയും കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ചെയ്ത എക്സ്പീരിയൻസ് പിന്നെയും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. പുതുതായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടോ അതൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് പോയ സ്ഥലത്ത് പിന്നെയും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കാരണം കണ്ട സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ. കാണാത്ത സ്ഥലങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ കാണാത്ത സ്ഥലങ്ങളിലോട്ട് പോകണം, കാണാത്ത ഭാഗം എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. കമ്പയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വേറൊരു വ്യക്തിക്ക് ഒരിക്കലും പുറമെ നിന്നിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ സെൽഫിൽ ജീവിക്കേണ്ട വ്യക്തി നിങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വ്യക്തി നിങ്ങളാണ്. അവിടെ യുണീക്ക് ആയിട്ടുള്ള നാച്ചുറൽ നിങ്ങൾക്ക് തരുന്നത് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ്. ജനനം മുതൽ അവസാനം വരെ നിങ്ങൾ ഒറ്റയ്ക്ക് കാണും എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സോളിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. യുവർ സെൽഫ്, നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മാക്സിമം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലൈറ്റ് അപ്പ്, നിങ്ങളുടെ ലൈറ്റിങ്ങിന് വേണ്ടി മാക്സിമം പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. ലോസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വേണ്ടി നിങ്ങൾക്ക് നിൽക്കാണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് വാല്യൂ തരാത്ത, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളുടെ സോളിന് മെമ്മറീസ് ആയിട്ടുള്ള, നിങ്ങളുടെ സോൾ ഗിഫ്റ്റ് തന്നിട്ടുള്ള, നിങ്ങളുടെ സോളിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ഹ്യൂമൻ ബോഡിയിൽ എടുത്തേക്കുന്ന ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു സോള് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ആത്മാവിന് ഈ ഒരു ലോകത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാവിധ എക്സ്പീരിയൻസും എല്ലാവിധ എനർജിയും എല്ലാവിധ യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്തും നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സോളിനെ ക്യാരി ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിന് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരിശുദ്ധമായിട്ടുള്ള ആത്മാവിന് കൊടുക്കാൻ പറ്റിയ എല്ലാ നീഡ്സും നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിഫോർ എന്താണ് ആഫ്റ്റർ എന്താണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സോളിനെ സ്നേഹിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ സോൾ നിങ്ങളെയും സ്നേഹിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത ഒരു വ്യക്തിയോട് നേരത്തെ പറഞ്ഞ ആരെയും ഫോളോ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ പാത്ത് കണ്ടെത്തിയതിന് ശേഷം നിങ്ങളൊരു ലീഡറായിട്ട് മാറാൻ വേണ്ടി നോക്കുക. ഓക്കെ, നിങ്ങളുടെ വിഷ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ മാക്സിമം തൃപ്തിപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ പാത്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ബാക്കിയുള്ളവരുടെ പാത്തിൽ കയറി പോകാൻ നോക്കരുത്. അത് ബാക്കിയുള്ളവരുടെ പാത്താ. പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പിന്നെയും ഒന്നുകൂടെ പോവേണ്ടി വരും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിങ്ങളുടേതായിട്ടുള്ളൊരു 2 ലോകം കാണും. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അതല്ല, ഏതെങ്കിലും ഒരു സ്ഥലം മാത്രം കൺഫേം ചെയ്തിട്ട് അവിടെ നിന്ന് പെരുമാറാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കോസ്മിക് എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ റെവല്യൂഷൻ ഉണ്ടാവണം നിങ്ങളുടെ ലൈഫിൽ, ഡിറ്റാച്ച് ഉണ്ടാവണം. അതേപോലെ തന്നെ മേക്ക് യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫ് അടുത്ത പാത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രെയർ ചെയ്യണം. ദൈവത്തിനോട്, നിങ്ങളുടെ എനർജിയോട്, നിങ്ങളുടെ സോളിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങളെ ദൈവം വിളിക്കുള്ളൂ. നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ ഡിവൈൻ ട്രെയിൻ ചെയ്ത് ഇതൊരു ലൈഫാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം ട്രെയിൻ ചെയ്യാൻ വേണ്ടി പല ആൾക്കാർ വരും, പല സ്റ്റാർ സീഡുകൾ വരും, പല സോൾമേറ്റ്, സോൾ കണക്ഷൻസ് ഉള്ള ഇൻഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുമെങ്കിൽ പോലും അവരൊന്നും നിങ്ങൾക്ക് ഗിഫ്റ്റ് പരമായിട്ടുള്ള സാധനം തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഡോർ ഓപ്പൺ ആക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന് നിങ്ങൾക്കൊരു ടൈം ഉണ്ടാവണം. ആ ടൈമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ആ ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഓടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് ഓടി ചെന്ന് കയറാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല, ആ ഡോർ അടയും. അപ്പം ഇത് ഭയങ്കരമായിട്ടുള്ളൊരു വേൾഡാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് സമയം ഉണ്ട്, കാത്തിരിക്കുക. ആ സമയം വരുന്നവരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല പ്രോസസ്സ്, നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.